أشرف المرسلين وعلى آله وصحبه أجمعين. الله سبحانه وتعالى നമ്മുടെ സുഹൃത്തുക്കൾ കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ നന്മകളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ മുഴുവനും അള്ളാഹു പുറത്തു മാപ്പാക്കി സജ്ജനങ്ങളിലും മുത്തഖീങ്ങളിലും അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ, നമ്മുടെ കുടുംബത്തിൻ്റെയും എല്ലാ പ്രതിസന്ധികളും എല്ലാ വിഷമതകളും അള്ളാഹു തല മാറ്റി നമുക്ക് ഏവർക്കും അള്ളാഹു സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, കഴിഞ്ഞ ദിവസം സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് സൂചിപ്പിച്ചിരുന്നു. സ്ത്രീകൾക്ക് ധാരാളം സ്ഥാനമാനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയെന്ന് മനസ്സിലാക്കി. സ്ത്രീകളെ സൃഷ്ടിച്ചിട്ടുള്ളത് എവിടെ നിന്നാണ്? എന്തിൽ നിന്നാണ് സ്ത്രീ അല്ലാഹു സൃഷ്ടിച്ചത്? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഭാര്യയിൽ നിന്നാണ് ഹവ്വാ ബീവി റളിയല്ലാഹു തആല അൻഹയെ സൃഷ്ടിച്ചത്. പരിശുദ്ധമായ ഹദീസിലൂടെ കാണാം. അതുകൊണ്ട് തന്നെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ധാരാളം പുരുഷന്മാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ധാരാളം ബലഹീനതകളും കുറവുകളും വിശുദ്ധ ഇസ്ലാമിൻ്റെ ഓരോ നിയമങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോഴും സാക്ഷിത്വം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രാധാന്യം ആർക്കാ കൊടുത്തിട്ടുള്ളത്? പുരുഷനാണ്. നിക്കാഹിൻ്റെ വിഷയത്തിൽ വലിയ സ്വീകരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം ഇങ്ങനെയൊക്കെ ബലഹീനതകൾ ഉള്ളത് കൊണ്ട് തന്നെ വിശുദ്ധ ഇസ്ലാം സ്ത്രീകൾക്ക് ധാരാളം മാന്യതയും സ്ഥാനമാനങ്ങളും നൽകുന്നതോടൊപ്പം തന്നെ ബലഹീനതകൾ നമ്മോട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഒരു കുടുംബത്തിലെ പ്രധാനപ്പെട്ട കുടുംബ തകർച്ചയുടെ ഒരു കാരണക്കാർ ഒരു പക്ഷേ സ്ത്രീയാകാം, അതോടൊപ്പം ഭർത്താവുമാകും, രണ്ടുപേരുണ്ടാവും. എന്നാലും കൂടുതൽ ഭാഗവും ഇവിടെ നിന്നാണ് സ്ത്രീകളുടെ ഭാഗത്തുണ്ടാകാൻ സാധ്യതയില്ല. കാരണം എത്ര നന്മകൾ നമ്മൾ ചെയ്താലും അതിനൊരു നന്ദി തിരിച്ചെന്ത് ചെയ്യുക, പറയുക എന്നുള്ളത് കുറവാണ്. മുമ്പൊരിക്കൽ സൂചിപ്പിച്ചതുപോലെ റസൂലുള്ളാഹി തങ്ങൾ നരകം കണ്ടപ്പോൾ നരകത്തിലെ ഏറ്റവും കൂടുതൽ നരകവാസികളായി കാണപ്പെട്ടത് ആരാണ്? സ്ത്രീകളാണ്. കാരണം അതിലേറ്റവും പ്രധാനമായി റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് രണ്ട് കാരണങ്ങളാണ് സ്ത്രീകൾ നരകത്തിലേക്ക് പോകാൻ. രണ്ട് കാരണങ്ങൾ. ഒന്ന്, ഭർത്താക്കന്മാരോട് ചെയ്യാം അമിതമായി ഭർത്താക്കന്മാർക്ക് നന്ദികേട് കാണിക്കുക. അപ്പം ഇങ്ങനെ നന്ദികേട് എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലെ ഒരു ഭാഗമായി മാറി. അത് അവരുടെ കുഴപ്പമല്ല. അല്ലാഹു തആല അവരെ അങ്ങനെ തന്നെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അല്ലാഹു തആല അവർക്കെല്ലാം പരിപൂർണമായ മാപ്പും മഗ്ഫിറത്തും ഒക്കെ നമ്മുടെ സഹോദരിമാർക്കും നമ്മുടെ കുടുംബാദികൾക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തെങ്കിലും ദേഷിക്കുമ്പോൾ പ്രയാസപ്പെടുന്നു, എന്നെ ഉണ്ടാക്കിക്കോ, ഉണ്ടാക്കിക്കോ ഒരു വാക്ക് പറയാറില്ലേ? എത്ര നാളുകൊണ്ട് ഞാൻ സഹിക്കുന്നു, എന്നെ തൊഴിലാക്കി ചെല്ലി എന്നെന്ത് ചെയ്യും? ഒരു ഇത് കാണിക്കാതെ ചെയ്യും. അപ്പൊ തുറന്നങ്ങ് പറയും. അല്ലെങ്കിൽ നിങ്ങളെ കൂടെ ജീവിക്കുന്ന എന്നെ വേണം പറയാം. ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് നിർത്താൻ പറ്റും. ഏറ്റവും വലിയ ഗൗരവമുള്ള വിഷയങ്ങൾ പോലും വളരെ നിസ്സാരമായിട്ട് കണ്ടിട്ട് അതിനെന്ത് ചെയ്യും? പർവ്വതീകരിച്ച് പറഞ്ഞ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ഗൗരവമുള്ള തൊലാഖ് പോലും അവരെന്ത് ചെയ്യും? ചിലപ്പോൾ നമ്മോട് ചോദിക്കും, തൊലാഖ് ചോദിക്കും, എന്നെ തൊലാക്കില്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അയ്യുമംറഅത്തിൻ, ഏതെങ്കിലും ഒരു പെണ്ണ് സഅലത്ത് സൗജഹ, അവരുടെ ഭർത്താവിനോട് ചോദിച്ചാൽ, തൊലാഖിനെ ചോദിച്ചു എന്ന് പറഞ്ഞാൽ എന്നാണ് തൊലാഖ് ചൊല്ലിക്കോ. എന്താ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഫീ ഗൈരി മാ ബഅസ ബിഹി, ഫീ ഗൈരി മാ ബഅസ, ഒരു കാരണവും കൂടാതെ. എന്തോ നിസ്സാര പ്രശ്നം, ചായക്ക് അല്പം ചെയ്തു മധുരം കുറഞ്ഞു പോയി, ഇപ്പൊ മധുരം അല്പം കൂട്ടാൻ വേണ്ടി അല്പം എന്ത് ചെയ്തു? കൈപ്പേറിയ രീതിയിൽ ആര് സംസാരിച്ചു? മധുരം കൂട്ടാൻ വേണ്ടി കൈപ്പേറിയ രീതിയിൽ ആര് സംസാരിച്ചു? ഭർത്താവ് സംസാരിച്ചു. അതിന്റെ പേരിൽ എന്ത് ചെയ്തു? ഭാര്യ പറയുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നല്ലോ എന്നോട് അങ്ങനെ തന്നല്ലോ, നിങ്ങൾ എന്താ തൊലാഖ് എഴുതിക്കോ. ഈ തൊലാഖിന്റെ വിഷയം ഒരു കാരണവുമില്ലാതെ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, തന്റെ ഭർത്താവിനോട് ഒരു സ്ത്രീ തൊലാഖ് ചോദിച്ചു കഴിഞ്ഞാൽ അലൈഹ ഫഹറാമുൻ അലൈഹ റായിഹത്തുൽ ജന്ന, ആ തൊലാഖ് ചോദിക്കുന്ന തന്റെ ഭർത്താവിനോട് തൊലാഖ് ആവശ്യപ്പെടുന്ന പെണ്ണിന് സ്വർഗത്തിന്റെ പരിമളം പോലും അല്ലാഹു തആല ഹറാമാക്കുമെന്നാണ്. എത്രയോ മൈലുകൾ ദൂരം
സ്വർഗവാസ എന്ന് പറഞ്ഞ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, എത്രയോ മൈലുകൾക്കപ്പുറം അടിച്ചു വീശുന്ന ആ സ്വർഗീയ സുഗന്ധം പോലും അടിച്ചു വീശാൻ, അല്ലെങ്കിൽ അതിന്റെ പരിമളം പോലും ആസ്വദിക്കാൻ ആ പെണ്ണിന് കഴിയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് ഭർത്താവിനോട് ഒരിക്കലും ദൈവമില്ല. ഒരു പക്ഷേ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ധാരാളം ജീവിതത്തിൽ ഉണ്ടാകാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാം, പ്രശ്നങ്ങൾ ഉണ്ടാകാം. പക്ഷെ ആ പ്രശ്നങ്ങളുടെ പേരിലൊന്നും തന്റെ ഭർത്താവിനോട് തൊലാക്ക് ചോദിക്കാൻ ഒരു പെണ്ണ് പാടില്ല എന്നുള്ളത് പരിശുദ്ധ ഇസ്ലാം നമ്മോട് പഠിപ്പിച്ചതാണ്. ഏറ്റവും ഗൗരവമുള്ള വിഷയമാണ്. അതുപോലെ തന്നെ തിരിച്ചും എന്ത് ചെയ്യും, തൊലാഖിന്റെ വിഷയവും ഇന്നും നമ്മുടെ സമുദായത്തിനിടയിൽ 3 തൊലാഖ് ചൊല്ലിയിട്ട് വീണ്ടും എന്ത് ചെയ്യാം സന്തോഷകരമായി ജീവിക്കുന്ന എത്രയോ ആൾക്കാർ നമ്മുടെ സമുദായത്തിൽ. 3 തൊലാഖ് ചൊല്ലപ്പെട്ട പെണ്ണിന്റെ കൂടെ കഴിയാൻ പാടുണ്ടോ? അവന്റെ കാലം കഴിഞ്ഞല്ലോ. പിന്നെ 3 തൊലാഖ് ചൊല്ലിയ ഒരു പെണ്ണിനെ സ്വന്തം ഭർത്താവ് അയാൾക്ക് വീണ്ടും എന്ത് ചെയ്യാം, അയാൾക്ക് വീണ്ടും തിരിച്ചെടുക്കുന്നതിന് മോഹം വന്നാൽ ഇസ്ലാം അതിൽ കൃത്യമായി പാഠം കൊടുത്തിട്ടുണ്ട്. മറ്റൊരാൾ ആ പെണ്ണിനെ എന്ത് ചെയ്യണം, വിവാഹം ചെയ്യണം സ്വാഭാവികമായ രീതിയിൽ. അത് എനിക്കൊന്ന് പിന്നെ ഇതിന് രക്ഷപ്പെടാൻ വേണ്ടിയ മാർഗത്തിലല്ല, സ്വാഭാവികമായി ഒരു സ്ത്രീയെ ഒരാൾ വിവാഹം കഴിക്കുന്നത് പോലെ ആ പെണ്ണിനെ വിവാഹം കഴിക്കുകയും അവരുടെ ദാമ്പത്യ ജീവിതം തുടരുകയും ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ആ പെണ്ണിനെ അയാൾ തൊലാക്ക് ചൊല്ലുകയും ചെയ്താൽ മാത്രമേ പിന്നെ ഇയാൾക്ക് തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് ഗൗരവമുള്ള വിഷയമാണ്. നമ്മൾ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ സ്ത്രീകൾ തൊലാക്ക് ആവശ്യപ്പെടുന്നത് പോലെ 1, 2, 3 എന്നങ്ങ് ചെല്ലിയടി എന്ന് പറയും. യഥാർത്ഥത്തിൽ തൊലാക്കാണ്. ആ തൊലാക്ക് കളിയിലൂടെ പറഞ്ഞാലും തമാശയിലൂടെ പറഞ്ഞാലും ഗൗരവത്തിൽ പറഞ്ഞാലും തൊലാക്ക് തന്നെയാണ്. ഇങ്ങനെ ഇസ്ലാമിന്റെ ഗൗരവമുള്ള വിഷയങ്ങൾ കൃത്യമായി മനസ്സിലാക്കാതെ എന്തെങ്കിലും ദേഷ്യങ്ങൾ